ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിനീതിനെയും ഗംഗയെയും സ്വീകരിക്കാൻ സുജാത നിലവിളക്കുമായി നിൽക്കുന്ന കാണുന്ന ഗീതയും ദാസനും ഒന്ന് ഞെട്ടുവാണ്. അത് കാണുന്ന ഗീത ദാസനോട് പറയാണ്, നമ്മുടെ പ്ലാൻ ഒക്കെ ചീറ്റി പോയെന്നാ തോന്നുന്നേ. അമ്മ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടക്കാൻ പോണില്ലെന്നാ തോന്നുന്നേ. ദാസൻ അപ്പോ ദേഷ്യത്തിൽ ഗീതയോട് പറയാണ്, ഞാൻ അതിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്തിന്ന് ആ സ്വത്തൊക്കെ വാങ്ങിയെടുക്കാൻ എനിക്കറിയാം. സുജാത ഗംഗയെ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കുന്നേ കണ്ടപ്പോ ഗീത അമ്മയോട് ചോദിക്കാണ്, അമ്മ എന്താ ഈ ചെയ്യുന്നേ? അമ്മയെ ഇത്രയും അപമാനിച്ചവരെയാണോ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കുന്നേ? അമ്മയ്ക്ക് നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ? സുജാത അപ്പോ ഗീതയോട് പറയാണ്, എന്റെ മോളിപ്പോൾ അമ്മയോട് സ്നേഹമൊന്നും കാണിക്കണ്ട. നിന്റെയും അവന്റെയും ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വിനീതിനും ഗംഗയ്ക്കും സുജാത എന്താ ഗീതയോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അവര് അമ്മ സ്വീകരിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. വിനീത് എന്നിട്ട് അമ്മയോട് ചോദിക്കാണ്, അമ്മയുടെ മനസ്സ് ഇത്രയും വേഗം മാറുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മ ഞങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോ തന്നെ നല്ല സന്തോഷത്തിലായിരുന്നു. അമ്മയ്ക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കാണ്. സുജാത അപ്പോ പറയാണ്, എനിക്ക് എല്ലാവരുടെയും സ്വഭാവം ഇപ്പോഴാണ് മോനെ മനസ്സിലായത്. അമ്മയോട് കൂടുതൽ സ്നേഹവും കരുതലും ആർക്കാണെന്ന് എനിക്ക് ഇപ്പോഴാ ബോധ്യമായത്. എന്നിട്ട് ഗംഗയോട് സുജാത പറയാണ്, ഞാൻ നിന്നെ ഒരുപാട് മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെയുള്ള തിരിച്ചടി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എനിക്കിപ്പോഴാണ് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായത്. മോൾ എന്നോട് ക്ഷമിക്കണം. മോളെയും മോളുടെ കുടുംബത്തെയും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതൊക്കെ കേട്ടപ്പോ ഗംഗ സുജാതയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്തു പറ്റി? സുജാത അമ്മായി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സുജാത അപ്പോ സങ്കടത്തോടെ പറയാണ്, അതൊന്നുമില്ല മോളെ. ഞാൻ നിങ്ങളുടെ കുടുംബത്തോട് അത്രയും വലിയ തെറ്റല്ലേ ചെയ്തേ? നിങ്ങൾക്ക് വീടും ഒന്നുമില്ലാത്ത സമയത്ത് പോലും ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് വരെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട്. അന്ന് ശാരദയും എൻ്റെ അമ്മയും എത്ര വേദനിച്ചിട്ടുണ്ടാകും എന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട്. ഇനി ഞാൻ നിന്നെ വേദനിപ്പിക്കുകയൊന്നുമില്ല. ഇനി നീയായിരിക്കും ഈ വീടിന്റെ വിളക്ക്. നീ ഈ വിളക്കും പിടിച്ച് വലതുകാലം വെച്ച് അകത്തേക്ക് കേറി വാ മോളെ എന്ന് പറയാണ് സുജാത. ഇതൊക്കെ കാണുന്ന ഗീതയ്ക്കും ദാസനും ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് സുജാത വിനീതിനെയും ഗംഗയെയും ചേർത്ത് പിടിച്ച് പറയാണ്, നിങ്ങൾ ഇനി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. എന്നിട്ട് അവരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാണ് സുജാത. അമ്മയുടെ ഈ പെരുമാറ്റം കാണുന്ന വിനീത്, എന്തു പറ്റി അമ്മയ്ക്ക്? പതിവില്ലാത്ത സ്നേഹമൊക്കെയാണല്ലോ. സുജാത അപ്പൊ വിനീതിനോട് പറയാണ്, എല്ലാം ഞാൻ വ്യക്തമായിട്ട് നിന്നോട് പറയാം. എനിക്കിപ്പോഴാണ് നിനക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് മനസ്സിലായത്. എന്നിട്ട് ഗംഗയോട് പറയാണ്, എൻ്റെ മോന് നിന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നീ എൻ്റെ മോനെ അവഗണിച്ച് വേറെ പയ്യനെ കല്യാണം കഴിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് നിന്നോട് ദേഷ്യമായി. അതുകൊണ്ടാ ഞാൻ നിന്നോടും നിന്റെ കുടുംബത്തോടും അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നോട് നീ ക്ഷമിക്കണം. അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് എൻ്റെ മോളിലൂടെ തന്നെ തിരിച്ചു കിട്ടി. എനിക്കിപ്പോഴാണ് ഓരോരുത്തരുടെയും സ്വഭാവം മനസ്സിലാകുന്നത്. അത് കേൾക്കുന്ന വിനീത് അമ്മയോട് എന്തു പറ്റിയെന്ന് ചോദിക്കാണ്. അമ്മ കുറെ നേരമായല്ലോ ഗീത ചേച്ചിയെ പറ്റി ബന്ധമില്ലാതെ സംസാരിക്കുന്നേ. എന്തു പറ്റിയെന്ന് ഒക്കെ ചോദിക്കുകയാണ് വിനീത്. സുജാത അപ്പോ പൊട്ടിക്കരയാണ്. എന്നിട്ട് ഇന്നലെ ദാസനും ഗീതയും എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ വിനീതിനോട് പറയാണ് സുജാത. അത് കേട്ട് വിനീതിന് ദേഷ്യം വരുന്നുണ്ട്. സുജാതയെ വിനീതും ഗംഗയും ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് വിനീത് ഗംഗയോട് പറയാണ്, ഞാൻ ആ ദാസനെ വെറുതെ വിടൂല. ഞാൻ ഇവിടെ ഇല്ലാന്ന് കരുതി എന്ത് തോന്നിവാസവും ചെയ്യാമോ എന്ന് പറയാണ്. ഗംഗ അപ്പോൾ വിനീതിനോട് പറയാണ്, ഇപ്പോ ഒരു പ്രശ്നത്തിനും പോണ്ട വിനീതേട്ടാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. വിനീത് അപ്പോ ഗംഗയോട് പറയാണ്, കേസ് കൊടുത്തിട്ട് ഒന്നും ഒരു കാര്യമില്ല ഗംഗെ. അവരുടെ കുടുംബം തന്നെ ഗുണ്ടകളാ.
അയാൾക്ക് പോലീസുമായി നല്ല ഇടപാടുള്ളതാ. ഈ കേസൊക്കെ അയാള് പുഷ്പം പോലെ ഊരിപ്പോരും. ചേച്ചിയും ഇപ്പോ അവരുടെ ഒപ്പം ചേർന്ന് സ്വന്തം അമ്മയെ വരെ കൊല്ലാൻ കൂട്ടു നിൽക്കുകയാണ്. അവരെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. എന്നിട്ട് ദാസനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ വിനീത് ദാസന്റെ അടുത്ത് വന്ന് അമ്മയോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ദേഷ്യത്തില് അടിക്കുവാണ് ദാസനെ. ദാസനും വിട്ടുകൊടുക്കുന്നില്ല. ദാസനും ഞാൻ വിചാരിച്ച പ്ലാൻ ഒന്നും നടന്നില്ല എന്ന ദേഷ്യത്തിൽ വിനീതിനെയും അടിക്കുന്നുണ്ട്. ഇവരുടെ ഈ തല്ലും പിടി കണ്ടിട്ട് ഓടി വന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് ഗംഗയും ഗീതയും സുജാതയും ഒക്കെ. വിനീത് എന്നിട്ട് ദാസനോടും ഗീതയോടും ഇറങ്ങിപ്പോകാൻ പറയാണ്. എന്നിട്ട് ഗീതയോട് പറയാണ്, നീ എൻ്റെ അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്നപ്പോ തന്നെ എനിക്ക് ഇനി ഇങ്ങനെ ഒരു ചേച്ചിയില്ല. ഇനി നമ്മളുമായി ഒരു ബന്ധവുമില്ല. ഇപ്പോ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാണ്. അപ്പോ ഗീതയും വിട്ടുകൊടുക്കുന്നില്ല. ഗീത വിനീതിനോട് പറയാണ്, നിനക്കുള്ള പോലെ എനിക്കും ഇവിടെ സ്വത്തിൽ അധികാരമുണ്ട്. അത് തിരിച്ചു കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല. അത് കേട്ട് സുജാത പറയാണ്, നിനക്ക് എന്ത് അധികാരമുണ്ടായിട്ടാ? നിനക്ക് തരാനുള്ളതൊക്കെ നിന്റെ കല്യാണത്തിന് ഞാൻ തന്നതാണ്. ഇനി നിനക്ക് ഇതിന്ന് ഒരു തരി പോലും ഞാൻ തരൂല. ഈ കാണുന്ന വീടും സ്വത്തും എല്ലാം ഇനി വിനീതിനുള്ളതാ. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തതാ ഇതൊക്കെ. എന്നിട്ട് ഗീതയും ദാസനും അവിടുന്ന് ഇറങ്ങുവാണ്. അവര് ആ സ്വത്തുക്കൾ കൈക്കലാക്കാൻ എന്തും ചെയ്യുന്ന കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ അവരെ തകർക്കാൻ മനസ്സിൽ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഗീതയും ദാസനും അവിടുന്ന് ഇറങ്ങുന്നത്. സുജാത സ്വന്തം മകളായ ഗീതയുടെ സ്വഭാവം കണ്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയുവാണ്. സുജാത അത്രയും സ്നേഹിച്ച് വളർത്തിയ മോളാണ്. എന്നിട്ടും അവൾക്ക് അമ്മയോട് ഒരു സ്നേഹവും ഇല്ലാന്ന് അറിഞ്ഞിട്ട് പൊട്ടിക്കരയുവാണ് സുജാത. സുജാതയെ കാണുന്ന ഗംഗയും വിനീതും സുജാതയെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. ജയബാലന് നിവിൻ കാവേരിയെ സപ്പോർട്ട് ചെയ്ത് ജയബാലിനെതിരെ നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ രാജേശ്വരിയുടെ അടുത്ത് വന്ന് പറയാണ്, നിന്റെ നിവിൻ എപ്പോഴും ആ കാവേരിയുടെ ഒപ്പമാണല്ലോ. നീയും അവന് സപ്പോർട്ടായി നിൽക്കുവാണോ? നീ എനിക്കൊരു വാക്ക് തന്നിരുന്നു, എന്റെ മകൾ രാഗിണിയെ നിന്റെ നിവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന്. പക്ഷേ നിവിൻ കാവേരിയുടെ കുടുംബത്തെ സഹായിച്ചു നിൽക്കുന്നതും നിവിന് കാവേരിയെ മതിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നീയും അതിന് കൂട്ടു നിൽക്കുവാണോ? രാജേശ്വരി അപ്പോ ജയപാലിനോട് പറയാണ്, ഞാൻ അതൊക്കെ അവന്റെ ഒരു തമാശ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. എന്റെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ആ കുടുംബത്തിൽ നിന്ന് ബന്ധം ആലോചിക്കുമെന്ന് കരുതുന്നുണ്ടോ ജയബാലന്? എന്റെ മോന് പറ്റിയ പെണ്ണല്ല ആ കാവേരി. എന്റെ മോന് പറ്റിയ പെണ്ണ് ജയബാലന്റെ മകൾ രാഗിണി തന്നെയാണ്. അത് ഞാൻ പണ്ടേ വാക്ക് തന്നതല്ലേ, അതിനൊരു മാറ്റവും ഉണ്ടാവൂല. എന്റെ ആഗ്രഹം നെവിന്റെയും രാഗിണിയുടെയും കല്യാണം നടക്കണമെന്ന് തന്നെയാണ്. അത് കേട്ടപ്പോ ജയബാലന് ഒരാശ്വാസമാകുന്നുണ്ട്. എന്നിട്ട് ജയബാലൻ പറയാണ്, നിന്റെ ഈ മറുപടി കേൾക്കാനാ ഞാൻ കാത്തിരുന്നേ. രാഗിണി മോൾ അധികം വൈകാതെ തന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരും. നമുക്ക് അവള് വന്നാൽ ഉടനെ തന്നെ നിവിനുമായി കല്യാണം ഉറപ്പിക്കാം. ഞാൻ എൻ്റെ മരുമകൻ നിവിനു വേണ്ടി 5 ഏക്കർ തോട്ടമാണ് വാങ്ങിയിട്ടുള്ളത്. രാഗിണിയെ നിവിൻ കല്യാണം കഴിച്ചാൽ അത് പിന്നെ നിന്റെ മോന് അവകാശപ്പെട്ടതാണ്. അതിന്റെ ഭൂമി പൂജയ്ക്ക് നീയും നിവിനും എന്തായാലും വരണം. അത് കേട്ട് രാജേശ്വരി പറയാണ്, ഞാൻ ഉറപ്പായും ആ ഭൂമി പൂജയ്ക്ക് വരും. ജയബാലൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാൻ തന്ന വാക്കാണ്. നിവിന്റെയും രാഗിണിയുടെയും കല്യാണം ഉറപ്പായും നടക്കും. എന്നിട്ട് ജയബാലൻ അവിടുന്ന് പോകുകയാണ്. രാജേശ്വരി കാവേരിയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുവാണ്. നിവിനുമായുള്ള കാവേരിയുടെ ബന്ധം എന്നേക്കുമായി നിർത്താൻ തീരുമാനിച്ചിട്ടാണ് രാജേശ്വരി സ്നേഹതീരം വീട്ടിലേക്ക് പോകുന്നത്. രാജേശ്വരിയെ കാണുന്ന വിനീത് അകത്തേക്ക് ക്ഷണിക്കുവാണ്. രാജേശ്വരി എന്നിട്ട് ശാരദയോട് പറയാണ്, നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. അരവിന്ദേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയേ കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ദേഷ്യത്തില് പറയാണ്, എന്നും കരുതി പെൺമക്കളെ വളർത്തുന്നത് കാശുള്ള വീട്ടിലെ ചെക്കന്മാരെ വളച്ചെടുക്കാനാണോ? അപ്പൊ ശാരദ ചോദിക്കാണ്, രാജേശ്വരി എന്താ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലാകുന്നില്ല.
ഞാൻ എന്റെ മകളെ നല്ല രീതിയിലാണ് വളർത്തിയത്. അത് കേട്ട് രാജേശ്വരി പറയാണ്, അതുകൊണ്ടായിരിക്കുമല്ലേ നിങ്ങളുടെ മകൾ കാവേരി എന്റെ മകന് പിന്നാലെ നടക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം അവള് എന്റെ മകനെ വളച്ചെടുക്കാൻ ശ്രമിക്കുവാണെന്ന്. ആ മനസ്സിലിരിപ്പ് നടക്കൂലെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. എന്റെ മോന്റെ കല്യാണം ആദ്യമേ ഉറപ്പിച്ചിട്ടുള്ളതാ. അതുകൊണ്ട് നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. അവന്റെ കൂടെ ഇനി അവള് നടക്കുന്ന ഞാൻ കണ്ടാൽ രാജേശ്വരി ആരാണെന്ന് നിങ്ങൾ അറിയും. അത് കേട്ട് ശാരദ പറയാണ്, എന്റെ മോള് ആരെയും വളയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. നിവിനോട് ഞങ്ങൾ ആരും സഹായത്തിന് വിളിച്ചിട്ടില്ല. അവനായിട്ട് വന്ന് സഹായിച്ചതാ. അവന്റെ മനസ്സ് നല്ലതായത് കൊണ്ടാണ് ഞങ്ങളെ വന്ന് സഹായിച്ചത്. അവന്റെ ഫ്രണ്ട് വിനീതിനോടുള്ള കൂട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവനൊരു നല്ല പയ്യനാണ്. അത് കരുതി എന്റെ മകൾക്ക് അവനുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയാണ് ശാരദ. രാജേശ്വരി അപ്പോ പറയാണ്, അത് നിന്റെ തോന്നലല്ലേ. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മകളെ ഇഷ്ടമാണെന്ന്. അവൻ അങ്ങനെ പറയണമെങ്കിൽ നിന്റെ മകൾ അവനെ വളച്ചെടുത്തിട്ടാണല്ലോ. അപ്പൊ ശാരദ രാജേശ്വരിയോട് പറയാണ്, നിന്റെ മകനെ എന്റെ മകൾ കല്യാണം കഴിക്കൂല. അത് ഞാൻ രാജേശ്വരിക്ക് തരുന്ന ഉറപ്പാണ്. രാജേശ്വരി അപ്പോ പറയാണ്, ഈ ഉറപ്പ് മറക്കരുത്. നിന്റെ മകളെ അടക്കി ഒതുക്കി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടാണ് രാജേശ്വരി പോകുന്നത്. എന്നിട്ട് പിന്നെ കാവേരി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അമ്മ ശാരദ ദേഷ്യത്തിൽ നിൽക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. ശാരദ അപ്പോ കാവേരിയോട് ചോദിക്കാണ്, നീയും നിവിനുമായി എന്തേലും ബന്ധമുണ്ടോ? കാവേരി അപ്പോ പറയാണ്, അമ്മ എന്താ ഈ പറയുന്നേ? ഞാനും നിവിനുമായി എന്ത് ബന്ധം? അവൻ എന്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. നിവിൻ വിനീതിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ശാരദ അപ്പോ കാവേരിയോട് പറയാണ്, ഒരു ബന്ധവും ഉണ്ടാകരുത്. നീയും നിവിനുമായി എന്തേലും ബന്ധമുണ്ടെന്ന് ഞാൻ കേൾക്കേണ്ടി വരരുത്. അപ്പൊ കാവേരി അമ്മയോട് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കാണ്. അപ്പൊ ശാരദ പറയാണ്, ഇന്ന് രാജേശ്വരി ഇവിടെ വന്നിരുന്നു. നീ നിവിനെ വളച്ചെടുക്കുകയാണെന്നാ പറഞ്ഞ്. അവരുടെ മകന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്നും പക്ഷെ നിവിൻ നിന്നെയെ കല്യാണം കഴിക്കൂ എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ രാജേശ്വരി വന്ന് എന്നോട് പറഞ്ഞ്. എന്നിട്ട് ശാരദ കാവേരിയോട് ചോദിക്കാണ്, നിനക്ക് നിവിനോട് അങ്ങനെയൊന്നും ഇല്ലാലോ, എന്തേലും താല്പര്യമുണ്ടോ? കാവേരി അപ്പോ പറയാണ്, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോന്ന് പറഞ്ഞു വരല്ലേ. എനിക്ക് നിവിനോട് ഒരു താല്പര്യവുമില്ല. ശാരദ അപ്പൊ കാവേരിയോട് പറയാണ്, ഇനി നീ നിവിനുമായി ഒരു കൂട്ടും വേണ്ട. അത് കളഞ്ഞേക്ക്. രാജേശ്വരിയെ ഇനി ഇങ്ങോട്ട് വരുത്താൻ നിൽക്കണ്ട. നമ്മളെ ഇപ്പൊ സഹായിക്കാൻ വിനീതുണ്ടല്ലോ, അത് മതി. വേറൊരു ബന്ധവും നമുക്കിനി വേണ്ട. കാവേരി അപ്പോ പറയാണ്, അമ്മ എന്താ ഈ പറയുന്നേ? ആ നിവിൻ ഉണ്ടായത് കൊണ്ടാ അച്ഛന്റെ തോട്ടത്തിന്റെ കാര്യമൊക്കെ അറിയാൻ ചേബാലിനെതിരെ നമ്മളെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്നത്. ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാനാ ഇപ്പോ വന്നേ. ഇതൊക്കെ വിട്. നാളെയാണ് ചേബാലന്റെ തോട്ടത്തിന്റെ ഭൂമി പൂജ. ചേബാലൻ എവിടെയാണ് തോട്ടം വാങ്ങിയതെന്ന് അമ്മയ്ക്ക് അറിയണ്ടേ? എന്നിട്ട് പിറ്റേ ദിവസം കാവേരി ശാരദയെയും രാധമ്മയെയും ഗംഗയും യമുനയെയും കൂട്ടി ചേബാലന്റെ തോട്ടത്തിന്റെ ഭൂമി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ്. ആ സ്ഥലം കാണുന്ന ശാരദയും അച്ചമ്മയും ഗംഗയും ഒക്കെ, ഇത് നമ്മുടെ അരവിന്ദൻ വാങ്ങണമെന്ന് പറഞ്ഞ സ്ഥലമല്ലേ, ഈ സ്ഥലമാണോ ചേബാലൻ വാങ്ങിയത്? കാവേരി അപ്പൊ പറയാണ്, ഞാൻ ഇപ്പോ നിങ്ങളോടൊന്നും പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് തന്നെ കാണ് എന്ന് പറഞ്ഞ് ചേബാലന്റെ തോട്ടത്തിന്റെ ഭൂമി പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് കാവേരി അവരെ കൊണ്ടുവരുവാണ്. അവരെ കാണുന്ന രാജേശ്വരി ചേബാലനോട് ചോദിക്കാണ്, ഇവരെന്താ ഇവിടേക്ക് വരുന്നേ? അവരെ കാണുന്ന ചേബാലൻ ഒന്നും ഞെട്ടുന്നുണ്ട്. കാവേരി എന്നിട്ട് ചേബാലനോട് പറയാണ്, അതെന്താ ചേബാല ഞങ്ങളെ വിളിക്കാത്തേ? ഈ തോട്ടത്തിന്റെ ഭൂമി പൂജ നടത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ ഓണറുടെ മക്കളെ വിളിക്കുന്നതല്ലേ ശരി? ഞങ്ങളും കൂടി അറിയട്ടെ. ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്ക് വാങ്ങിയ തോട്ടമാണ് ഇത്. അതുകൊണ്ട് ഞങ്ങളെ ഈ ഭൂമി പൂജയ്ക്ക് വിളിക്കണമായിരുന്നു ചേബാല. അത് കേൾക്കുന്ന ചേബാലൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് കാവേരിയോട് ദേഷ്യത്തിൽ പറയാണ്,
എന്ത് തോന്നിവാസമാണ് നീ ഈ പറയുന്നേ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തോട്ടമാണ് ഇത്. അത് കേട്ട് കാവേരി പറയാണ്, നീ പറയുന്നത് പച്ച കള്ളമാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഈ ഭൂമി പൂജ നടക്കുന്നത് എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ആ പൂജ മുടക്കുവാണ് കാവേരിയും ശാരദയും യമുനയും ഗംഗയും ഒക്കെ. എന്നിട്ട് അത് മുടക്കിയിട്ടാണ് കാവേരിയും കുടുംബവും അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ജയബാലൻ കാവേരി വന്ന് ഭൂമി പൂജ മുടക്കിയതിന്റെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. എന്നിട്ട് കാവേരിയെ ഞാൻ വെറുതെ വിട്ടാൽ ശരിയാകൂല, അവളെ തീർക്കാൻ തന്നെ തീരുമാനിക്കുവാണ് ജയബാലൻ. ഇനി എനിക്കെതിരെ ഒരാള് പോലും ശബ്ദമുയർത്താൻ പാടില്ല. അതിന് ആദ്യം ഞാൻ കാവേരിയെ ഇല്ലാതാക്കണം എന്ന തീരുമാനമെടുക്കുവാണ് ജയബാലൻ. പക്ഷേ കാവേരിയുടെ രക്ഷകനായി നരേൻ കൂടെ ഉള്ള കാര്യം ജയബാലൻ അറിയുന്നില്ല. ശിവരാജനിൽ നിന്നും നരനെ പറ്റി അറിഞ്ഞിട്ടും ജയബാലൻ ഒരു നിസ്സാരക്കാരൻ ആയിട്ടാണ് നരനെ കാണുന്നത്. പക്ഷേ ജയബാലനെ തകർക്കാൻ കഴിപ്പുള്ള മുതലാണ് നരൻ എന്ന് ജയബാലൻ മനസ്സിലാക്കുന്നില്ല. ഇനി നരനും ജയബാലനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.